ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്ക് അടുപ്പിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് വേണോ വേണ്ടേ എന്നുള്ളതൊന്ന് കമൻസിൽ അറിയിക്കും. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ജിം ഓഫാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർത്ത് എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് ഒരു 8 o'clock ഒക്കെ ആയപ്പോൾ എണീറ്റത്. എണീറ്റു ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് കറിയും പത്തിരിയും. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, ബീഫ് കഴിയുന്ന വരെ ബീഫ് തന്നെ ആയിരിക്കുമല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. 10 മണി കഴിഞ്ഞ്. നിങ്ങളല്ല 10 മണിക്ക് വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞേ. എനിക്ക് 10 മണിയാകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 10 മണിക്ക് എന്നെ കറക്റ്റ് വന്ന് വിളിച്ചു. ഇന്ന് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് കറിയും നെയ്ച്ചോറുമാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഓരോ പണികളായിട്ട് കഴിഞ്ഞുകൊണ്ട് രാവിലെ ഇന്ന് പെട്ടെന്ന് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരുക, അങ്ങനത്തെ നോർമൽ നമ്മളെ വീട്ടിലുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ തന്നെയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. കുക്കിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കാണുന്നൊരു തിളക്കമുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഈ സിങ്ക് അതുപോലെ നമ്മൾ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ തന്നെയാണല്ലേ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണികൾ കഴിഞ്ഞു. കുക്കിങ്, ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കഴിഞ്ഞു. ഇന്ന് നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ചത്, ബീഫ് കറി ഉച്ചക്കത്തേക്ക്, രാവിലെ പത്തിരി ബീഫ് കറി. അപ്പോൾ രണ്ടും കൂടി അതായതുകൊണ്ട് രണ്ട് കറിയും ഒരേ ടൈമിലായതുകൊണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ പണികളും വേഗം തന്നെ തീർത്തു. പിന്നെ ഷാക്ക് കൊണ്ടുപോകണം, ഫുഡ് കൊണ്ടുപോകണം. അതിനെക്കൊണ്ട് നമുക്ക് എല്ലാ പണികളും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും ഉണ്ടാവാറ്. രാവിലെ ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴത്തിന് കഴിയും. ചില ദിവസം നേരത്തെ കഴിയും. നേരത്തെ കഴിയുന്ന ദിവസം രാവിലെ ജിമ്മിൽ പോകലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് പിന്നെ ജിമ്മിൽ പോകലും പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ സ്ലോലി ഇങ്ങനെ തീർത്താൽ മതി. ബീഫ് കറി ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ചതും പത്തിരിയും കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അതൊക്കെ കഴിഞ്ഞ് ഷാ പോയതിന് ശേഷം എനിക്ക് ചെറിയ അൽക്കുലത്തെ പണികളൊക്കെ ഉണ്ടാവും. ട്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കും. പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ചിലപ്പോൾ വിചാരിക്കും ഒരു 10 മിനിറ്റൊക്കെ ഇത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആവലും കഴിഞ്ഞാണ്ട് വെറുതെ ഇരിക്കാമല്ലോ എന്നുള്ളത്. പക്ഷെ ആ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ റീൽസ് തോണ്ടി 10 മിനിറ്റുള്ളത് അരമണിക്കൂറാവും, 1 മണിക്കൂറാവും ചില ദിവസങ്ങളിൽ കേട്ടോ. ചില ദിവസങ്ങൾ നമ്മൾ നോർമൽ ഡേ ആകുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല, ഒക്കെ ഒരു ഷെഡ്യൂളായിട്ട് കറക്റ്റ് സ്ട്രക്ചറിലാണ് പോവുക. അപ്പം പിന്നെ ഈ 10 മിനിറ്റ് തോണ്ടിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെ. കാരണം ഒക്കെ ഒരു ഷെഡ്യൂൾഡ്, ഇങ്ങനെ ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യണം, ഇന്ന ടൈമിൽ ക്ലാസ് ഉണ്ടാവും. അതിനെക്കൊണ്ട് പിന്നെ ഓരോന്നായിട്ട് ഘട്ടങ്ങളായിട്ട് തീർത്ത് വെക്കേണ്ടതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പണികളൊന്നും സൺഡേ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനൊന്നുമില്ലല്ലോ. പിന്നെ ട്യൂഷൻ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനൊക്കെ വലിയ തീർത്താൽ മതി. കുറച്ച് ദിവസമായി നല്ല മഴ ആയതുകൊണ്ട് തന്നെ നാളെ ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച ലീവായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പം ഞാനിതാ എൻ്റെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വന്നു. നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും. എനിക്കിങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ കറി വേണം നിർബന്ധമൊന്നുമില്ല, എല്ലാത്തിനും ഇങ്ങനെ കറി വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ കഴിക്കും. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ടിരിക്കുക. കാരണം ഇനി ഒരു 3:30 ഒക്കെ ആകുമ്പോഴാണ് ഇനി ക്ലാസ്. അപ്പം അതുവരെ നമുക്ക് എന്തായാലും ഒന്ന് ഫ്രീ ആയിട്ട്
റിലാക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണും, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുക, പിന്നെ വ്ളോഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഉണ്ട്. ക്ലാസ് പിന്നെ എങ്ങനെ ആയാലും ഒരു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ ക്ലാസ് ഒരു 7:30 വരെ ഉണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആണെങ്കിലും സൺഡേ ലീവാണ്. പറ്റുന്ന ദിവസങ്ങളിൽ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ലീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ട് എടുത്തു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് താഴെ വന്നപ്പോൾ പഴംപൊരി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നൈറ്റിലേക്കുള്ള കുക്കിങ്, നൈറ്റിലേക്ക് ചില ദിവസം ചപ്പാത്തി, ചില ദിവസം ഉപ്പുമാവ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പം ചപ്പാത്തിയാണ് ഇന്ന്. ചപ്പാത്തിയും ചിക്കൻ കറി, നമ്മളെ ഉച്ചക്കത്തെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി ചിക്കൻ വെച്ചങ്ങാണ്ട് ചിക്കൻ കറിയും അതും ഉമ്മ സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചപ്പാത്തി പണി ഇവിടെ തീർക്കാം. എനിക്കിനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട, ആ ഒരു പഴംപൊരീൻ്റെ പകുതി തന്നെ കഴിച്ചിട്ടുണ്ടല്ലോ, അത് മതി ഇനിയിപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലത്തിന്. കാരണം ഇന്ന് ഇപ്പം ഹെവി ആയിട്ട് നല്ല നെയ്ച്ചോറും ഇതൊക്കെ കഴിച്ചല്ലേ, അതുപോലെ തന്നെ ഷാക്കും അതുപോലെ നല്ല ഹെവി ആയിട്ട് ഫുഡ് ഉച്ചക്ക് കഴിച്ച സ്ഥിതിക്ക് ഇന്നിപ്പോൾ നൈറ്റിൽ ഓട്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഷാന്ന് 9:30 ഒക്കെ ആയിട്ടുണ്ട് എത്തുമ്പോൾ തന്നെ. പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും അവിടെ തിരിയലും ഇവിടെ തിരിയലും ഓരോന്നും, പിന്നെ അൽക്കുലത്ത് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ് ഉണ്ടാകും. ഓരോ ദിവസം ഓരോ പോലാണ്. ചിലപ്പോൾ എഡിറ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ദിവസം വേണ്ട, കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പണികളൊക്കെ ഒരു 11 o'clock വരെ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മാക്സിമം ഫോൺ യൂസ് ചെയ്യാറ് ഇല്ല. ഇനി ഇതിലൊക്കെ ഒരു ചേഞ്ച് വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരണമല്ലോ, എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുക, അങ്ങനത്തെ നല്ല നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ആയി ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ ഓരോ മടിയും കാരണം കൊണ്ട് അതൊക്കെ ഇങ്ങനെ പോവാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks ആയിട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.